വേനൽ ചൂടിന്റെ തീഷ്ണതയിൽ ഉരുകുന്ന ഗൾഫ് മേഖലയ്ക്ക് പുതിയൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വടക്ക് പടിഞ്ഞാറൻ ശക്തമായ കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഖത്തറിലും ബഹ്റൈനിലും ഈ ആഴ്ച തുടക്കം മുതൽ തന്നെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഖത്തർ കാലാവസ്ഥാ വിഭാഗവും ബഹ്റൈൻ ഗതാഗത വാർത്താ വിനിമയ മന്ത്രാലയത്തിന് കീഴിലുള്ള കാലാവസ്ഥാ ഡയറക്ടറേറ്റും ഒരേ സമയം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് സാധാരണക്കാർക്കും പ്രവാസികൾക്കും ഒരുപോലെ നിർണായകമാണ്. ഈ പ്രതിഭാസം വെറുമൊരു സാധാരണ കാറ്റല്ല, മറിച്ച് അറേബ്യൻ ഉപദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കൊണ്ട് രൂപപ്പെടുന്ന വലിയൊരു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ പെട്ടെന്ന് കാറ്റിന്റെ വേഗത വർദ്ധിക്കുന്നതെന്നും ഇത് ജനജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. അറബിക് ഭാഷയിൽ വടക്ക് എന്നർത്ഥം വരുന്ന ഷമാൽ അല്ലെങ്കിൽ പ്രാദേശികമായി അൽ ബവാരിഹ് എന്ന് വിളിക്കപ്പെടുന്ന ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റുകളാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ അനുഭവപ്പെടുന്നത്. സാധാരണയായി ജൂൺ ജൂലൈ മാസങ്ങളിൽ ആവർത്തിച്ചുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണിത്. മെഡിറ്ററേനിയൻ പ്രദേശത്തിന് മുകളിലുള്ള ഉയർന്ന വായു സമ്മർദ്ദവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ഇറാനിലും രൂപപ്പെടുന്ന ശക്തമായ ന്യൂനമർദ്ദവും തമ്മിലുള്ള വായു മർദ്ദ വ്യത്യാസമാണ് ഈ ശക്തമായ കാറ്റിന് വഴിയൊരുക്കുന്നത്. ഇറാഖിലെയും സിറിയയിലെയും വരണ്ട മരുഭൂമികളിലൂടെ കടന്നുവരുന്ന ഈ കാറ്റ് ടൺ കണക്കിന് പൊടിപടലങ്ങളെയാണ് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുന്നത്. പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുകയും രാത്രിയാകുമ്പോൾ നേരിയ തോതിൽ ശാന്തമാകുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പൊതുവായ രീതി. ഖത്തറിലും ബഹ്റൈനിലും ആരംഭിച്ച ഈ പ്രതികൂല കാലാവസ്ഥ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉയരുന്നതോടെ പലയിടങ്ങളിലും ദൃശ്യപരത അല്ലെങ്കിൽ കാഴ്ചാപരിധി ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട്. ഇത് റോഡ് യാത്രക്കാരെയും പ്രത്യേകിച്ച് ഹൈവേകളിലൂടെ വലിയ ദൂരങ്ങളിൽ യാത്ര ചെയ്യുന്നവരെയും കടുത്ത പ്രതിസന്ധിയിലാക്കും. കാറ്റിന്റെ സ്വാധീനം മൂലം അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റിയിൽ അഥവാ ഈർപ്പത്തിൽ വലിയ കുറവുണ്ടാകുമെങ്കിലും പകൽ സമയങ്ങളിലെ കടുത്ത ചൂടിന് ഇതൊരു ആശ്വാസമാകില്ല. ചൂടുള്ള വരണ്ട കാറ്റ് ശരീരത്തിൽ തട്ടുന്നത് നിർജ്ജലീകരണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും വാഹനം ഓടിക്കുന്നവരും ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. കരയിലെ പൊടിപടലങ്ങൾ പോലെ തന്നെ അപകടകരമാണ് ഈ സമയത്ത് കടലിലുണ്ടാകുന്ന മാറ്റങ്ങളും. ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് കടലിനെ പ്രക്ഷുബ്ധമാക്കുകയും തിരമാലകൾ അസാധാരണമായി ഉയരുന്നതിന് കാരണമാവുകയും ചെയ്യും. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്കും മറ്റ് വിനോദസഞ്ചാര ബോട്ടുകൾക്കും കർശനമായ വിലക്കാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആഴക്കടലിൽ ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ചെറുതും വലുതുമായ യാനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ സുരക്ഷിതമാകുന്നതുവരെ കടൽ മാർഗമുള്ള എല്ലാത്തരം യാത്രകളും വിനോദങ്ങളും താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഖത്തറിലെയും ബഹ്റൈനിലെയും കോസ്റ്റ് ഗാർഡും കാലാവസ്ഥാ വിഭാഗവും കർശനമായി നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം പ്രതികൂല കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ വ്യക്തിപരമായ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകേണ്ടത്. ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവരും ആസ്മ രോഗികളും ഈ ദിവസങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും മാസ്കുകൾ ധരിക്കേണ്ടതുണ്ട്. കാറ്റിന്റെ വേഗത വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിൽ കെട്ടിടങ്ങളുടെ മുകളിലും മറ്റും സൂക്ഷിച്ചിട്ടുള്ള ഭാരം കുറഞ്ഞ വസ്തുക്കൾ പറന്നു പോകാത്ത രീതിയിൽ അവ സുരക്ഷിതമാക്കണം. വാഹനം ഓടിക്കുന്നവർ വേഗത കുറയ്ക്കുകയും മുന്നിലുള്ള വാഹനങ്ങളുമായി കൃത്യമായ അകലം പാലിക്കുകയും ചെയ്യേണ്ടതാണ്. വ്യാജ വാർത്തകളിൽ വഞ്ചിതരാകാതെ അതത് രാജ്യങ്ങളിലെ കാലാവസ്ഥാ വകുപ്പുകളുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും വാർത്താ മാധ്യമങ്ങളിൽ നിന്നും വരുന്ന കൃത്യമായ വിവരങ്ങൾ മാത്രം വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ മുൻകരുതൽ. മരുഭൂമിയിലെ ഈ സ്വാഭാവിക കാലാവസ്ഥാ ചക്രത്തെ കൃത്യമായ ആസൂത്രണത്തോടെയും ജാഗ്രതയോടെയും നേരിടാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.